അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 102. വ്യാസ് ജ്വാലയെ ഗൗരവത്തിൽ നോക്കി. ജ്വാല, ഈ ഒരു കാര്യം ആരെങ്കിലും കള്ളം പറയോ? നിന്റെ കിച്ചേട്ടൻ തന്നെ അഗ്നിയെ മതിയേട്ടാ. വ്യാസ് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ജ്വാലയുടെ ശബ്ദം ആദ്യമായി അവർക്ക് മുന്നിൽ ഉയർന്നു. ജ്വാല അപ്പു വിളിച്ചു. അവൾ അവനെ നോക്കി. ഏട്ടൻ കള്ളം പറയാ അരവേട്ട. കിച്ചേട്ടൻ എന്തിനാ ദേവേട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നേ? അതിനു വേണ്ടി എന്ത് ദേഷ്യം അവർക്ക് ദേവേട്ടനോടുള്ളേ? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. ജ്വാല, നിനക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ചരണ അവനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയേ. തക്ക സമയത്ത് അഗ്നി ശ്രദ്ധിച്ചോണ്ട് മാത്ര അവന് കൂടുതലൊന്നും പറ്റാതിരുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല നിന്റെ ദേവേട്ടൻ ഇങ്ങോട്ട് വരുന്നേ. പരിഹാസമായിരുന്നു വ്യാസിന്റെ വാക്കുകളിൽ. ജ്വാല അവനെ കണ്ണു നിറച്ചു നോക്കി. പക്ഷെ കിച്ചേട്ടൻ എന്തിനാ? അവള് തേങ്ങി. ചിത്ര ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ജ്വാല. പറഞ്ഞാലും നീ വിശ്വസിക്കോ? ഇപ്പൊ തന്നെ കിച്ചുവാന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടാ ബാക്കി കാര്യം. അപ്പു ജ്വാല പറഞ്ഞത് ഇഷ്ടമാവാതെ അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവളിതൊന്നും വിശ്വസിക്കില്ല അപ്പു. കാരണം കിച്ചുവിന്റെ ക്യാരക്ടർ എത്ര മോശാന്ന് പറഞ്ഞാലും അവൻ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ നോക്കുന്നൊന്നും അവൾ കരുതില്ല. കാരണം അവൾക്കറിയാവുന്ന കിച്ചു അങ്ങനെയുള്ളവനല്ല. ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞാലും അവളിത് വിശ്വസിക്കില്ല. പിന്നെ അവൻ അവളെ സ്നേഹം കാണിച്ച് അവന്റെ ഭാഗം ചേർത്തവനാ. അതുകൊണ്ട് അവൾ ഒരിക്കലും വിശ്വസിക്കില്ല. വ്യാസ് അപ്പുവിന്റെ തോളിൽ കയ്യമർത്തി. അവള് വിശ്വസിക്കണ്ട വ്യാസേട്ടാ. പക്ഷേ എന്റെ ഏട്ടൻ ഇങ്ങനെ ആക്കി അവനെ ഈ ആരവ് വെറുതെ വിടില്ല. കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അപ്പു. മോഹൻ അപ്പുവിന്റെ തോളിൽ കൈവച്ചു. അവൻ നിറ കണ്ണുകളോടെ മോഹനെ നോക്കി. അപ്പു അയാൾ അവനെ ചേർത്ത് പിടിച്ചു. എന്റെ ഏട്ടനെ അവൻ കണ്ടില്ല അച്ഛാ. എന്റെ ഏട്ടന്റെ മുഖം വിടില്ല ഞാൻ അവനെ. അവന്റെ കണ്ണുകളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. അതിന് നിനക്കവൻ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് വേണ്ടേ അപ്പു? നിനക്ക് തോന്നുന്നുണ്ടോ അഗ്നി ഇങ്ങനാക്കിയ ചരണിനെ അവൻ വെറുതെ വിടൂന്ന്? വ്യാസ ചിരിയോടെ ചോദിച്ചു. അപ്പു ആലോചനയോടെ തലയാട്ടി. ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ദേവേട്ടാ, ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? കിച്ചേട്ടനാ ദേവേട്ടൻ ഇങ്ങനെ ആക്കിയെന്ന്. ആണോ? മുകളിലേക്കുള്ള സ്റ്റെയർ കയറുകയായിരുന്ന അഗ്നിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ജ്വാല ചോദിച്ചു. അഗ്നി അവളുടെ കൈ തന്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി. ദേവേട്ട, അവൾ ഇടർച്ചയോടെ വിളിച്ചു. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? അഗ്നി അവളോട് ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴേക്ക് എല്ലാവരും ഹാളിൽ എത്തിയിരുന്നു. പക്ഷെ അവൻ ആദ്യമായി തന്നോട് ശബ്ദമുയർത്തിയ പകപ്പിലായിരുന്നു ജ്വാല. ദേവേട്ട, അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. പറയേ, നിനക്ക് എന്താ അറിയേണ്ടെന്ന്? അവൻ താഴേക്ക് ഇറങ്ങി വന്ന് അവളെ പല്ലുകടിച്ചു നോക്കി. ജ്വാലയുടെ ശരീരം പേടിയാൽ വിറച്ചുപോയി. ദേവേട്ട, ഞാൻ അത് കിച്ചേട്ടൻ എന്തിനാ ദേവേട്ടനെ കൊല്ലാൻ? കിച്ചേട്ടൻ അങ്ങനെ നിർത്ത ജ്വാല. അഗ്നി അവളോട് അലറി. അപ്പവും വ്യാസും അവനെ ഞെട്ടലോടെ നോക്കി. അവൻ ജ്വാലയോട് ദേഷ്യപ്പെടുന്നത് ആദ്യമായിട്ട് കാണുകയാണ് എല്ലാവരും. കണ്ണാ. ചിത്ര ശാസനയോടെ അവനെ വിളിച്ചു. പക്ഷേ അഗ്നിക്ക് ആകെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു നിന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ ആരും പറയുന്നത് കേട്ടില്ല. ദേവേട്ട, ജ്വാല പേടിയോടെ വിളിച്ചു. വിളിക്കണ്ടടി നീ എന്നെ അങ്ങനെ. എനിക്കാ തെറ്റുപറ്റിയേ. ഞാൻ നിന്നെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ സ്വന്താക്കാൻ പാടില്ലായിരുന്നു. നിന്നെ അങ്ങനെ കൊഞ്ചിച്ച് തലക്കേറ്റി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ആദ്യം ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്കും അവന്റെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. ജ്വാല അവനെ ചുണ്ടു പിളർത്തി നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അഗ്നിയുടെ അവൾ കാണാത്ത ഭാവം. കണ്ണുകൾ ആ ഭാവങ്ങൾ ഒപ്പിയെടുക്കുമ്പോഴും അവളുടെ നെഞ്ച് അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് വിങ്ങിപ്പൊട്ടി. അഗ്നി, എടാ നീ ഇത് എന്തൊക്കെയാ? മോള് കരയുന്ന കണ്ടില്ലേ? ജ്വാല കരയുന്നത് കണ്ട് വ്യാസ് സങ്കടത്തോടെ ചോദിച്ചു. അവള് കരയുന്നത് അതേ കണ്ടിട്ടുള്ളൂ ഞാൻ. ഇന്നോളം അവളുടെ മനസ്സേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇത്രയൊക്കെ ഞാൻ അവളെ മനസ്സിലാക്കി ഓരോന്ന് ചെയ്തു കൊടുത്തിട്ട് ഇവള് എന്നെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോടാ? ഉണ്ടോ? ആവില്ല. മനസ്സിലാവില്ല ഇവൾക്കെന്നെ. അതിന് ഇവളെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. അഗ്നി തന്റെ ദേഷ്യം മുഴുവൻ വാക്കുകളാൽ തീർത്തു. ജ്വാല വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി. പക്ഷെ അവൾ അവനെ സ്നേഹിക്കുന്നില്ല എന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം ഇരട്ടിച്ചു. അവൾ മുഖം പൊട്ടിക്കരഞ്ഞു. അത് കാണാൻ വയ്യാതെ അഗ്നി അവളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. സ്നേഹിച്ചത് ഞാൻ മാത്ര, പ്രാണനായി പ്രണയിച്ചത് ഞാൻ മാത്രം. എന്നെ ഇവള് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ ചരണിനോട് ഇവള് കാണിച്ച വിശ്വാസത്തിന്റെ പകുതി വിശ്വാസമെങ്കിലും ഇവൾ എന്നോട് കാണിച്ചേനെ. അഗ്നി എല്ലാവരോടുമായി അലറിക്കൊണ്ട് പറഞ്ഞു. ജ്വാല മുഖത്തു നിന്ന് കൈയെടുത്ത് അഗ്നിയെ നോക്കി. അവനും അതേ നിമിഷം തന്നെ അവളെ നോക്കി. അവളുടെ ചുവന്നു വീങ്ങിയ കണ്ണും കൺതടവും കണ്ട് അവന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. പക്ഷേ അവൾക്ക് തന്നേക്കാൾ വിശ്വാസം ഇപ്പോഴും കിച്ചുവിനെ ആണെന്നുള്ള ചിന്ത അപ്പോഴേക്കും അവനിൽ ഉടലെടുത്തിരുന്നു. ദേവേട്ട,
അവൾ തേങ്ങിക്കൊണ്ട് വിളിച്ചു. ഇനി നീ എന്നെ വിളിക്കണ്ട. ഇപ്പൊ വ്യാസ് പറഞ്ഞത് എന്നെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ചരണാന്നല്ലേ? നിനക്ക് വിശ്വാസമായില്ലല്ലോ അത്? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാ, അവൻ തന്നെ എന്നെ. രക്ഷപ്പെടണ്ടായിരുന്നു ഞാൻ. തീർന്നാ മതിയായിരുന്നു. ആർക്കു വേണ്ടിയാ ഞാനിങ്ങനെ ജീവിക്കുന്നേ? എന്നെ സ്നേഹിക്കാത്ത, എന്നെ മനസ്സിലാക്കാത്ത നിനക്ക് വേണ്ടിയോ? മതിയായി ജ്വാല എനിക്ക്. അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു. പക്ഷേ അഗ്നിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ കേട്ട ഷോക്കിലായിരുന്നു ജ്വാല. അവൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് അവൾക്കറിയാം. അവൾ അവനെ ദയനീയമായി നോക്കി. ശരീരം ആകെ തളർന്നതുപോലെ അവൾ ആകെ ഉലഞ്ഞുപോയി. ആരും ഒന്നും മിണ്ടിയില്ല. അഗ്നിയുടെ വേദന എല്ലാവരും അറിയുകയായിരുന്നു. ആർക്കും അവനോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. നീ ഇന്നലെ എന്നോട് എന്തുകൊണ്ടാ മിണ്ടാതിരുന്നതെന്ന് എനിക്കറിയില്ല ജ്വാല. പക്ഷെ ഇനി മുതൽ ഇങ്ങനെ തന്നെ മതി. എന്നെ മനസ്സിലാക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. കാരണം ആ കിച്ചുവിന് നിന്റെ മനസ്സിലുള്ള എൻ്റെ പകുതി സ്നേഹം പോലും നിനക്ക് എന്നോടില്ല. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെ മതി. അതും പറഞ്ഞ് അഗ്നി മുകളിലേക്ക് നടക്കാനായി തിരിഞ്ഞു. ജ്വാല പൊട്ടിക്കരഞ്ഞുപോയി. അത് കേൾക്കാൻ കഴിയാതെ അഗ്നി ഒന്നുകൂടി നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. പക്ഷെ പെട്ടെന്ന് അവിടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, എന്തിനേറെ അഗ്നിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ജ്വാല അഗ്നിക്കടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവനെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു. എല്ലാവരും അവളെ മിഴിച്ചു നോക്കി. അഗ്നി ഞെട്ടിപ്പോയി. അവന്റെ വയറിൽ അവളുടെ കൈകൾ മുറുകി. ഇങ്ങനൊന്നും എന്നോട് പറയില്ല ദേവേട്ട. ദേവേട്ടന് കുഞ്ഞിന് നോവുന്നു. അവൾ തേങ്ങി. അഗ്നി അവളുടെ കൈകൾക്ക് മുകളിലായി കൈവച്ചു. കണ്ടുനിന്ന 4 പേരുടെയും കണ്ണുകൾ ഈറനായി. ജ്വാല ഭൂമിയിൽ നിങ്ങളോളം മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല. അത്രയ്ക്കിഷ്ടം എനിക്കെന്റെ ദേവേട്ടന്. എൻ്റെ പ്രാണനാ, എൻ്റെ പ്രണയ. ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സ് ദേവേട്ടന് അറിയാന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേ. സത്യമായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടാ. എൻ്റെ ജീവനാ. എന്നോട് ഇങ്ങനൊന്നും പറയില്ല ദേവേട്ട. സഹിക്കണില്ല എനിക്കിന്റെ ദേവേട്ട മാത്രമേ ഉള്ളൂ. ഒത്തിരി ഇഷ്ടാ. ഞാൻ അത്രത്തോളം പ്രണയിക്കുന്നുണ്ട്. അവന്റെ വാക്കുകൾ തീർത്ത നോവ് സഹിക്കാൻ കഴിയാതെ ജ്വാല അഗ്നിക്ക് മുന്നിൽ അവളുടെ മനസ്സ് ആദ്യമായി തുറന്നു കാണിച്ചു. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ. എൻ്റെ കുഞ്ഞൻ എന്നെ പ്രണയിക്കുന്നൂന്ന്. വർഷങ്ങളായിട്ട് കാത്തിരുന്നത് ഈ ഒരു വാക്ക് ഇവളിന്ന് കേൾക്കാൻ വേണ്ടിയായിരുന്നില്ലേ? അവന്റെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. അവൻ വയറിലിരിക്കുന്ന അവളുടെ കൈകൾ എടുത്തുയർത്തി അതിൽ അമർത്തി ചുംബിച്ചു. അവന്റെ കണ്ണുനീർ അവളുടെ കൈകളിൽ പതിച്ചു. അപ്പോഴും അതൊന്നും അറിയാതെ കരയുകയായിരുന്നു ജ്വാല. നിക്കിന്റെ ദേവേട്ടന് വിശ്വാസാ. ദേവേട്ടന് ഒരിക്കലും കള്ളം പറയില്ല. എനിക്കറിയാലോ. കിച്ചേട്ടൻ തന്നെയാ ദേവേട്ടനെ അപകടപ്പെടുത്താൻ നോക്കിയത്. അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തന്റെ പുറത്തറിയുന്ന അവളുടെ കണ്ണുനീർ ചൂട് അഗ്നിയെ ചുട്ടുപൊള്ളിച്ചു. അവൻ അവളുടെ കൈകളെ വേർപ്പെടുത്തി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ജ്വാലയുടെ തുറന്നു പറച്ചിലിൽ ചിത്തിരയുടെയും മോഹന്റെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. അപ്പു അവന്റെ സന്തോഷം അറിയിച്ചത് വ്യാസിനെ പുണർന്നുകൊണ്ടാണ്. ദേവേട്ട എന്നെ വെറുക്കല്ലേ. എനിക്ക് ദേവേട്ട മാത്രമേ ഉള്ളൂ. ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചോ. എന്നാലും എന്നോട് ദേഷ്യം കാണിക്കല്ലേ. അവൾ അവന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി വിതുമ്പി. അഗ്നി ഒരാലോചനയ്ക്ക് പോലും കാത്തു നിൽക്കാതെ പെട്ടെന്ന് അവളുടെ വിറയാർന്ന ചുണ്ടുകളെ കടിച്ചെടുത്തു. ജ്വാല വിറച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നുപോയി. അയ്യേ. അപ്പു നാണത്തോടെ കണ്ണുപൊത്തി. പക്ഷെ വിരലിനിടയിലൂടെ സീൻ പിടിക്കാൻ ചെയ്യുന്നുണ്ട്. ചിത്തിര പക്ഷെ ആകെ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ്. വ്യാസിനും മോഹനും മാത്രം കുലുക്കമൊന്നുമില്ല. രണ്ടാളും അവരെ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട്. അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റിപ്പിടിച്ച് അപ്പോഴേക്കും അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തിരുന്നു. ജ്വാല അവന്റെ ഇടുപ്പിൽ കൈമുറുക്കി. കണ്ണുകൾ അടഞ്ഞുപോയി. അഗ്നി ജ്വാലയുടെ ഇരു ചുണ്ടുകളെ മാറി മാറി നുണഞ്ഞു. ജ്വാല അവനെ എതിർത്തില്ല. അല്ലെങ്കിലും അവന്റെ ചുംബന അവൾക്കെന്നും എതിർപ്പില്ലാത്തതാണ്. അവൾ അവന്റെ ഇടുപ്പിൽ കൈമുറുക്കി പിടിച്ച് അവനായി അടങ്ങി നിന്നു കൊടുത്തു. അഗ്നി പതിയെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ജ്വാല കിതച്ചുകൊണ്ട് കണ്ണു നിറച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയം. ജ്വാല കണ്ണുകൾ അമർത്തി തുടച്ചു. എന്നോടുള്ള ദേഷ്യം പോയോ ദേവേട്ട? അവള് പതിയെ ചോദിച്ചു. അവൻ അവളെ കുറുമ്പോടെ നോക്കി ഇല്ലാന്ന് തലയാട്ടി. അവളുടെ മുഖം മങ്ങി. അതേ, ചുംബന സമരം കഴിഞ്ഞോ? എനിക്ക് കണ്ണു തുറക്കാൻ വേണ്ടിയായിരുന്നു. പെട്ടെന്ന് അപ്പു പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അഗ്നിയും ജ്വാലയും ഒരുപോലെ ഞെട്ടിപ്പോയി. അഗ്നി എല്ലാവരെയും ചമ്മലോടെ നോക്കി. ജ്വാല വേഗം അവനീന്ന് പിടഞ്ഞു മാറി. ജ്വാല അവൾക്കുള്ളിലെ പ്രണയം തുറന്നു പറഞ്ഞപ്പോ പെട്ടെന്നുള്ള ആവേശത്തിൽ അവളെ കിസ് ചെയ്തതാണ് അവൻ. ചുറ്റും അച്ഛനും അമ്മയും വ്യാസു അപ്പു നിൽക്കുന്നുണ്ടെന്നൊന്നും അവൻ അപ്പോൾ ഓർത്തിരുന്നില്ല. അഗ്നി ചമ്മല് മറച്ചു വെച്ചുകൊണ്ട് എല്ലാരെയും നോക്കി ഇളിച്ചു കൊടുത്തു. പക്ഷേ ജ്വാലയുടെ മുഖം വിളറി വെളുത്തുപോയി. അവൾ കണ്ണു മാത്രം ഉയർത്തി ചിത്രയൊന്ന് നോക്കി. ചിത്ര ഒന്നും അറിയാത്തതുപോലെ മുഖമൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതെ എടി ഏട്ടത്തി, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വേണം. എന്തുവാ ഇത്? ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടാൾക്കും എങ്ങനെ തോന്നി കല്യാണം കഴിയാത്ത എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ? അയ്യയ്യേ മ്ലേച്ഛം. അപ്പു അവളെ കളിയാക്കി. ജ്വാല അപ്പുവിനെ ചുണ്ടുപിളർത്തി നോക്കി. അഗ്നിയെ നോക്കിയപ്പോ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്.
അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവൾക്ക് നേരെ പുരികമുയർത്തി. ജ്വാല പെട്ടെന്ന് മുകളിലേക്കുള്ള പടികൾ പാഞ്ഞു കയറി. അവൾക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാനാകെ ഒരു വല്ലായ്മ തോന്നി. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് അഗ്നി വ്യാസിനെ നോക്കി ഇളിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ വ്യാസിന് ചിരി വന്നു പോയി. അവൻ പെട്ടെന്ന് വന്ന് അഗ്നിയെ കെട്ടിപ്പിടിച്ചു. എടാ കള്ള കാമുക, അങ്ങനെ അവസാനം നിന്റെ പെണ്ണ് നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. സന്തോഷായില്ലേടാ? വ്യാസ് അവന്റെ പുറത്തൊന്ന് തട്ടി അവനിന്ന് അകന്നു നിന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയൂന്ന്. അഗ്നിയുടെ സ്വരം ആർദ്രമായിരുന്നു. മോള് പേടിച്ചു പോയടാ നീ ദേഷ്യപ്പെട്ടപ്പോ, പാവം. വ്യാസ് പുഞ്ചിരിയോടെ പറഞ്ഞതും അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. അത് വേണമെന്ന് വെച്ചിട്ടല്ല, പറ്റിപ്പോയി. അവള് നീ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ. എന്നേക്കാൾ അവൾക്ക് വിശ്വാസം കിച്ചുവിനാണെന്ന് തോന്നിപ്പോയി എനിക്ക്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞതാ. അവൾക്ക് നൊന്തു കാണും അല്ലേടാ? അഗ്നിയുടെ മുഖത്ത് വേദന. മോഹൻ വന്ന് അഗ്നിയുടെ തോളിൽ കൈയമർത്തി. അഗ്നി അയാളുടെ മുഖത്തേക്ക് നോക്കി. അവൾക്കറിയാവുന്ന കിച്ചു അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവൾ വ്യാസ് പറഞ്ഞത് വിശ്വസിച്ചില്ല. പക്ഷെ അതേ കാര്യം നീ പറഞ്ഞപ്പോ അവൾ വിശ്വസിച്ചില്ലേ കണ്ണ? എന്താ അതിന്റെ അർത്ഥം? അവൾ മറ്റാരേക്കാളും കൂടുതൽ നിന്നെ വിശ്വസിക്കുന്നേന്നല്ലേ? അയാൾ അവന്റെ കവിളിൽ തലോടി. അഗ്നിയുടെ മനസ്സ് നിറഞ്ഞു. തുടരും.